ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു ആഫ്റ്റർ ഡ്യൂട്ടി മിനി വ്ലോഗ് കാണാമേ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചെന്ന തുണിയൊക്കെ ഉണങ്ങി കിടപ്പുണ്ടല്ലോ, അതെല്ലാം അങ്ങ് മടക്കി വെക്കാമെന്ന്. ഞങ്ങൾ ഇവിടെ നോർമലി കഴുകുന്നതെന്ന് പറഞ്ഞാൽ സാറ്റർഡേ നൈറ്റ് കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ കഴുകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൺഡേ അങ്ങ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇട്ടിടുന്ന തുണിയും ജീൻസും ഒക്കെ ഞാൻ വാഷിംഗ് മെഷീനകത്താണ് നോർമലി വാഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നല്ല തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വാഷിംഗ് മെഷീനിനകത്ത് ഇതിൻ്റെ കൂടെ ഇടാൻ ഭയങ്കര മടിയാണ്. ഞാൻ സെപ്പറേറ്റ് ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഞാനായതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ അല്ലറ ചില്ലറ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചെയ്ത് ഒതുക്കി അങ്ങ് വെക്കും കേട്ടോ, വൃത്തിയാക്കി വെക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് അന്നേരം എടുക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചങ്ങ് വെക്കുന്നതുകൊണ്ട് വലിയ വർക്കൊന്നും ഇല്ല, വലിയ പണിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് നീറ്റായിട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പിന്നീടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ കാണും. രാവിലെ എനിക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും വാഷ് ചെയ്ത് വെക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അതിനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലാക്കി ഇട്ടിട്ട് പോകും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് വാഷ് ചെയ്ത് വെക്കും. ചില സമയത്ത് ചില തോന്നലുകളാണ്. ചിലപ്പോൾ വിചാരിക്കും ഡ്രോയിങ് ചെയ്യാമെന്ന്, ചിലപ്പോൾ വിചാരിക്കും ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. എന്താണോ ഇൻട്രസ്റ്റ് അന്നേരം തോന്നുന്നത് അത് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അരണയുടെ ബുദ്ധിയാണ്, ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നോട്ട് ചെയ്തൊക്കെ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റീൽസൊക്കെ തോണ്ടിയിരിക്കും. ഇനി അവൻ ആരാന്ന് വിചാരിച്ചാൽ അതെൻ്റെ ഹസ്ബൻഡാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ചേട്ടാന്നോ ഏട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും മാറ്റി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു അപ്പോൾ ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോഡേൺ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. എങ്കിലും എൻ്റെ അമ്മൂമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പറയും, അവനോ എന്തുവാടി ഇങ്ങനെ വിളിക്കുന്നത്, ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാനെന്നൊക്കെ പറയും. അപ്പം ഞാൻ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടായി എന്നൊക്കെ പറയും കേട്ടോ, ചെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട്. തുണിയൊക്കെ വാഷ് ചെയ്തത് ഇട്ടത് കൊണ്ടാണ് എനിക്ക് മടക്കാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് മടക്കി വെച്ചതെല്ലാം തിരിച്ചിടും, അതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വീണ്ടും മടക്കി വെക്കും. അതാണ് എൻ്റെ പണി. കാരണം നമ്മൾ നാട്ടിലുള്ള പോലെയല്ല, നാട്ടിലാകുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് നോക്കിയാലും പണികളാണല്ലേ. അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും എല്ലാം നമുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഇന്ന് പ്രവീൺ ഇച്ചിരി നേരത്തെയാണ് വന്നത് കേട്ടോ. പോഷൻ ഷടപടേന്ന് പോയത് എന്താണെന്ന് വിചാരിക്കേണ്ട, ഭയങ്കര ഷെയാണ് വീഡിയോയ്ക്ക് മുന്നിലോട്ട് വരാൻ. അതുകൊണ്ട് അത് ഓടിച്ചു വിട്ടതാണ് കേട്ടോ. ടിഫിനൊക്കെ പിന്നീട് എടുത്ത് കഴുകി വെച്ചു. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു. കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ എനിക്ക് ചായ കുടിക്കണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ വരും, അപ്പോൾ വാങ്ങിയിട്ട് വരാറാണ് പതിവ്. ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് കോഫി ഇടാന്ന്. നാട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ വരുന്ന സമയത്ത് കോഫി പൗഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെ നാട്ടിലത്തെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും ഈ കോഫിക്ക്. ഇവിടുത്തെ കോഫി എനിക്ക് ഇഷ്ടമല്ല, ഒരു പുളിപ്പ് പോലാണ്. ആരും വിചാരിക്കേണ്ട ഇത് അലോക്കസയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഓഫീസിൽ ഇതിൻ്റെ തേയിലപ്പൊടിയാണ് കേട്ടോ മേടിക്കുന്നത്. ഞാനാണ് ഓർഡർ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലബൂബും ഇല്ലേ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ്. ഇതിനുള്ളിൽ ഏത് കളറിലുള്ള കപ്പാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നീട് ഞങ്ങൾ അവല് നനച്ചതും ഉപ്പുമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.